നമസ്കാരം. പെഹൽഗാം ആക്രമണം നടന്നിട്ട് രണ്ടാഴ്ചയാകുമ്പോൾ പാകിസ്ഥാന് നയതന്ത്ര തലത്തിലും വാണിജ്യ വ്യാപാര മേഖലകളിലും കനത്ത തിരിച്ചടി നൽകുന്ന ഇന്ത്യയുടെ നടപടി തുടരുകയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ ഡാമുകളിലെ ഷട്ടർ താഴ്ത്തിയും അണക്കെട്ട് തുറന്നുവിട്ടുമുള്ള നടപടികളും ഇന്ത്യ കൈക്കൊള്ളുന്നുണ്ട്. തുറമുഖവും വ്യോമപാതയും ഇന്ത്യ അടച്ചു. സാമ്പത്തികമായി പാകിസ്ഥാനെ ഞെരുക്കുന്നതിനുള്ള കൂടുതൽ നടപടികൾ വേണമെന്ന് ലോകബാങ്കിനോടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് FATF-നോടും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഭീകരർക്കെതിരായ നടപടിയും തുടരുന്നുണ്ട്. ജമ്മുകശ്മീരിൽ 2800 പേർ കസ്റ്റഡിയിലായി. ഭീകരരുടെ ഒളിത്താവളം തകർത്തുവെന്ന് സേന അറിയിച്ചിട്ടുണ്ട്. നിർണായക കൂടിക്കാഴ്ചകൾ ഇന്നും നടന്നു. ഏറ്റവും ഒടുവിലായി സംസ്ഥാനങ്ങൾക്ക് സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പിന് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിനിടെ പാക് അഭ്യർത്ഥന മാനിച്ച് UN സുരക്ഷാ കൌൺസിൽ ഇന്ന് വിഷയം ചർച്ച ചെയ്യാനിരിക്കെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ പിന്തുണ അറിയിച്ചു. ഇന്ത്യ സർവ്വസജ്ജമോ എന്നതാണ് ഇന്ന് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. ഇന്ന് എൻകൗണ്ടർ പ്രൈമിലെ അതിഥികൾ ശ്രീ പ്രഭാകരൻ പാലേരി, മുൻ DG കോസ്റ്റ് ഗാർഡ്, ഒപ്പം ഡോക്ടർ G ഗോപകുമാർ, വിദേശകാര്യ വിദഗ്ധൻ, P ശ്യാംരാജ് BJP പ്രതിനിധി, ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസ് പ്രതിനിധി എന്നിവരാണ്. ആദ്യം ശ്രീ പ്രഭാകരൻ പല്ലേരി, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന ചില നിർദ്ദേശം, അതിൽ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അത് ഒരു തയ്യാറെടുപ്പ് വേണം എന്ന തരത്തിലേക്കാണ് ആ നിർദ്ദേശം വരുന്നത്. മോക്ക് ഡ്രിൽ ഉൾപ്പെടെ നടത്തുക എന്നതിലേക്ക് പറയുന്നു. ഒപ്പം കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. വിവിധ തലങ്ങളിലുള്ള കൂടിക്കാഴ്ചകൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗങ്ങൾ ചേർന്നു. ആ കൂടിക്കാഴ്ചകളൊക്കെ ഇന്നും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് ഒരു തയ്യാറെടുപ്പിലേക്ക്? അത് ഏത് തരം തയ്യാറെടുപ്പ് എന്ന് നമുക്കറിയില്ല. പക്ഷേ ചില തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നുണ്ട് എന്നതിൻ്റെ കൃത്യമായ സൂചനയായി ഇതിനെ കാണാമോ? ഇന്ത്യയുടെ ഈ പ്രശ്നം ഒരു പുതിയ തരത്തിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങളും എങ്ങനെയാണ് അതൊക്കെ ഇവർ ചെയ്തു കൊണ്ടുവന്നിരുന്നത്, അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ മാർജിനൽ, അതായത് കുറച്ച് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് വലിയ വലിയ ഫലങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ഉള്ള ഒരു ആക്രമണമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ പറയാൻ പറ്റില്ല. എൻ്റെ ഞാൻ ഇടപെട്ടിട്ടുള്ള സംഗതികളിൽ കൂടെ മാത്രമേ എനിക്കത് പറയാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഒരു കൂട്ടം ജനങ്ങളെ ഒരു പ്രത്യേക പ്രദേശത്തേക്ക് തെളിച്ചു കൊണ്ടുവന്ന് വേട്ടയാടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു തരം ചതി. ഇങ്ങനെ ഉള്ള ഒരു ഭീകരപ്രവർത്തനം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരിക്കലും ചതിയോ വഞ്ചനയോ പ്രതീക്ഷിക്കാത്ത ആളുകൾ, ഒരു വിഭാഗം ആളുകളുടെ കൂടെ പോയി 2 or 3 സ്ഥലങ്ങൾ ഒഴിവാക്കി പിന്നീട് പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അവിടെ വെച്ച് അവർ വേട്ടയാടപ്പെട്ടു. വളരെ നല്ല ഒരു പരിചയശീലരായിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റിൽ കൂടെ അവർ ഇതിനെ ചെയ്തു കഴിഞ്ഞു. അതിൽ നമ്മൾ അധികം ഭയപ്പെടാനോ എന്താ പറയുക, നമ്മൾ വിഷമിക്കാനോ ഉണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം ജീവിതം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ തന്നെയുള്ള ഒരു സംഗതിയാണ്. എത്രയോ വർഷങ്ങളായിട്ട് കാശ്മീരിലും പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബുദ്ധിപൂർവം നമ്മൾ അതിന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ, ലോകത്തിന്റെ തന്നെ അവസ്ഥ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും നല്ല മാതൃകകളാണ്. ഒന്നും നമ്മൾ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു 13ഓളം സംഗതികൾ സാധാരണ ജനങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന വിധത്തിൽ ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞു. ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കൂടുതൽ കഠിനമായിട്ട് മുന്നോട്ട് പോകും. ഈ 13ഓളം സംഗതികൾ ചെയ്തത് പാകിസ്ഥാനിന് പലതരത്തിലും അതിന് വിഷമങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയൊരു സംഗതി ഞാൻ സാധാരണ പഠിപ്പിക്കുമ്പോഴൊക്കെ പറയാറുള്ളതാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽദീവ്സ്, ഈ 3 രാജ്യങ്ങൾക്കും ഏറ്റവും അടുത്ത് പരിചയപ്പെടാൻ പറ്റിയ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യ കൊണ്ട് മാത്രമേ അവർക്ക് എല്ലാ കാലത്തേക്കുമുള്ള ഒരു കഴിവുകളാണെന്ന് പറയാം, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം കൊടുക്കാൻ ഇന്ത്യയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഈ 3 രാഷ്ട്രങ്ങൾക്ക്
അത് അവർക്ക് അറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അതാണ് അവസ്ഥ. ഒരു രാജ്യത്തിനെയും ഇന്ത്യയെ വിശ്വസിക്കുന്ന മാതിരി അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് അവർക്ക് അറിയില്ല. കുറെയൊക്കെ മാൽഡീവ്സിന് മനസ്സിലാവുന്നുണ്ട്. അത് വേറൊരു ഭാഗം. അപ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികൾ അതിലും വ്യക്തമായിട്ട് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇനിയും ചെയ്തുകൊണ്ടിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. 13ഓളം സംഗതികൾ ചെയ്തു കഴിഞ്ഞു. ഇൻഡസ് ട്രീറ്റി മുതൽ ഷിംല എഗ്രിമെന്റിന്റെ ഒഴിവാക്കൽ മുതൽ. അത് പാകിസ്ഥാനാണ് ചെയ്തത്. നമ്മൾ 12-13 ചെയ്തപ്പോൾ പാകിസ്ഥാൻ ചെയ്ത ഒരേ ഒരു പ്രവൃത്തിയാണ് ഷിംല എഗ്രിമെന്റ് ഒഴിവാക്കി. 1972 ഈ എഗ്രിമെന്റ് പിറ്റേ ദിവസം ഭൂട്ടോ കറാച്ചിയിലെത്തിയതിന്റെ പിറ്റേ ദിവസം അവർ ഒഴിവാക്കിയതാണ്. അപ്പൊ അതിലൊന്നും അത്ര അത്ഭുതകരമായി നമുക്ക് നോക്കാനില്ല. അങ്ങനെ മാറ്റിയതുകൊണ്ട് നമുക്കൊന്നും വിഷമിക്കാനുമില്ല. ആ കരാർ നിലവിലുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ആ സമയത്ത് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് ഉയർന്നു വന്ന ചോദ്യം, ആ കരാർ നിലനിന്നിരുന്നോ, നിങ്ങൾ അത് എന്തെങ്കിലും പാലിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ ഈ 13 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നല്ലോ, ശ്രീ പ്രഭാകരൻ പറയുന്നുണ്ടായിരുന്നു, 13 കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. ഇത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റഷ്യ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ തങ്ങൾക്ക് പിന്തുണ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കണ്ട് അഭ്യർത്ഥന നടത്തിയിരിക്കുന്ന ഘട്ടത്തിലാണ് അതിനുശേഷം പ്രധാനമന്ത്രിയെ വിളിച്ച് വ്ളാദിമിർ പുടിൻ ഇന്ത്യക്ക് പിന്തുണ അറിയിക്കുന്നു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ അല്പസമയം കഴിയുമ്പോഴേക്കും, അതായത് രാത്രി ഇന്ത്യൻ സമയം ഒരു 12 മണി 12:30 ആകുമ്പോഴേക്കും UN സെക്യൂരിറ്റി കൗൺസിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ്. അത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരവുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടും അവിടെ പാകിസ്ഥാൻ ഇതെങ്ങനെയാണ് ഈ വെള്ളം ഇല്ലാത്തത് അവരെ ബാധിക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ അടക്കം പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ്. നമുക്കറിയാം അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. അവിടുത്തെ കർഷകരെ അതെങ്ങനെ ബാധിക്കും, പൊതുവേ സാമ്പത്തിക സ്ഥിതി എങ്ങനെ ബാധിക്കുമെന്നൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ആയിട്ട് പോലും ലോകരാഷ്ട്രങ്ങൾ നമുക്കെതിരെ ഒരു വാക്കുപോലും പറയുന്നത് നമ്മൾ കാണുന്നില്ല, പിന്തുണയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലേറ്റവും ഒടുവിലത്തെ ഒരു ദൃഷ്ടാന്തമാണ് റഷ്യയുടേത്. അതായത് തുടക്കത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഈ സ്ട്രാറ്റജിക് യുദ്ധം എന്നുള്ളത്, വാർ എന്നുള്ളത് ഒരളവ് വരെ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണോ അതിനെ കാണേണ്ടത്? പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ പാർലമെന്റ് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇതൊരു യുദ്ധമാണ് എന്ന് തന്നെ പറയുകയാണ്. നേരത്തെ തന്നെ നമ്മൾ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതിലേക്ക് പോകുമ്പോൾ ജലയുദ്ധം എന്നവർ പറഞ്ഞിരുന്നു. രക്തമൊഴുകും, അണ്വായുധം പ്രയോഗിക്കും എന്നൊക്കെയുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അവിടുത്തെ പാർലമെന്റിൽ നിന്ന് വരുന്നതും അവരൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, ഇതൊരു യുദ്ധമാണ് ഇന്ത്യ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധമല്ല, പക്ഷേ അതൊരു സ്ട്രാറ്റജിക് വാർ എന്ന തരത്തിലേക്ക് നമ്മൾ വിജയം കണ്ടിട്ടുണ്ട് എന്ന് തന്നെ പറയണം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെന്നും ഉത്തരവാദിത്തമില്ലാതെ അന്തർദേശീയ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രമാണ്. ഒരു പൊതുസമൂഹം ശക്തമല്ലാത്തൊരു രാജ്യത്ത്, ജനാധിപത്യം ഒട്ടും പുലരാത്ത രാജ്യത്ത്, പട്ടാള ഭരണവും മതഭ്രാന്തം ഒരുമിച്ച് കൊണ്ടുപോകുന്ന രാജ്യത്ത് അന്തർദേശീയ ബന്ധങ്ങൾ അവർ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത്? അവർക്ക് അങ്ങേയറ്റം ലോകത്ത് പ്രതീക്ഷിക്കാവുന്ന സഹായം ഒന്ന് ചൈനയുടേതാണ്. കാരണം ഏത് കാലാവസ്ഥയിലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യം ചൈനയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ടർക്കിയുടെ ഒരു ഭാഗികമായ പിന്തുണയുണ്ട്. ഒരു പക്ഷേ പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ചിതറിപ്പോയ അസർബൈജാൻ്റെ പിന്തുണ ഉണ്ടാകുമെന്ന് സംശയിക്കപ്പെടുന്നു. അതേസമയം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൽ നിന്നോ ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിൽ നിന്നോ പാകിസ്ഥാൻ ഒരു പിന്തുണ ഇതുവരെ വന്നിട്ടില്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയമൊന്നുമില്ല, അന്തർദേശീയ ബന്ധങ്ങളിൽ നമ്മൾ എന്നും എല്ലാ രാജ്യങ്ങളുമായി സഹവർത്തിത്വത്തോടെയും സഹകരണത്തോടെയും അതോടൊപ്പം വികസിത രാജ്യമായി മാറാൻ ആഗ്രഹിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വാണിജ്യപരവും സാംസ്കാരികപരവും സാമ്പത്തികപരവുമായ എല്ലാ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഇവിടെ ആഭ്യന്തര ജനാധിപത്യം ശക്തമാണ്, മീഡിയ ശക്തമാണ്, രാഷ്ട്രീയ പാർട്ടികൾ ശക്തമാണ്, പാർലമെൻറ്റ് ശക്തമാണ്. അപ്പോൾ ഇത്തരം പശ്ചാത്തലത്തിൽ പട്ടാളത്തിന് സിവിലിയൻ റൂളേഴ്സിൻ്റെ ഭരണകർത്താക്കളുടെ കമാൻഡ് സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. നമ്മൾ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ കഷ്ടിച്ച് 14 ദിവസമായി പഹൽഗാം കഴിഞ്ഞിട്ട്. ഈ സമയം കൊണ്ട് നമുക്ക് തയ്യാറെടുക്കാൻ വേണ്ടുവോളം സമയം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ നടത്തുന്ന പ്രസ്താവന, ഇപ്പോൾ റഷ്യയിലെ അംബാസഡർ പറഞ്ഞല്ലോ, പാകിസ്ഥാനിലെ റഷ്യൻ അംബാസഡർ പറഞ്ഞല്ലോ, ഞങ്ങൾ ആണവ ആയുധം ഉപയോഗിക്കുമെന്ന്.
നമ്മളുടെ നിലപാടാകട്ടെ ആദ്യത്തെ ആണവായുധം ഉപയോഗിക്കുന്ന രാജ്യമാവില്ല നമ്മൾ എന്നാണ്. നോ ഫസ്റ്റ് യൂസ്, ആ പ്രിൻസിപ്പിളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അർത്ഥം നമ്മൾ സമാധാനത്തിൽ പ്രതിരോധത്തിൽ തന്നെ നിൽക്കുമെന്നല്ല. നമ്മൾ അന്തർദേശ ബന്ധങ്ങളിൽ പാകിസ്ഥാനുമായിട്ട് പ്രത്യേകിച്ച് എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഡിറ്ററൻസ് ആണ്. ഡിറ്ററൻസ് എന്ന് പറയുന്നത് അന്തർദേശ ബന്ധങ്ങളിൽ ശക്തമായി തടയുക, ആ തടയലിനോടൊപ്പം ശിക്ഷണ നടപടിയും കൂടി ഉണ്ടാവുക. ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു പ്രക്രിയയാണ് ഡെറ്ററൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ വെറും ഒരു ഡിഫൻസ് അല്ല. അപ്പോൾ നമ്മൾ ഇത്തവണ നമുക്കിതിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ആത്മവീര്യം ചോരുന്ന ഒരു പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരെ പാവപ്പെട്ട സാധാരണക്കാരായ ടൂറിസ്റ്റുകളെ സോഫ്റ്റ് ടാർഗറ്റ്സായി നിരായുധരായി നിരപരാധികളായി നിൽക്കുന്നവരെ ഒരുമിച്ച് തെളിച്ചു കൊണ്ടുപോയി അവരെ കൂട്ടത്തിൽ നിർത്തി വെടിവെച്ച് കൊല്ലുന്ന കിരാതമായ പ്രവൃത്തിക്ക് അന്തർദേശീയ സമൂഹം തന്നെ ഭാരതത്തിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് അന്തർദേശീയ പ്രഷറൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു നോൺ പെർമനൻറ്റ് മെമ്പറായിട്ട് പാകിസ്ഥാൻ തുടരുന്നു. 1 വർഷം കൂടി അവർക്ക് ടേമുണ്ട്, അവരുടെ കാലാവധി 1 വർഷം കൂടിയുണ്ട്. പക്ഷേ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിതി എന്താണ്? ഐക്യരാഷ്ട്രസഭ ഇന്ന് തുലവും ദുർബലമാണ്. ട്രംപ് വന്നതിന് ശേഷമല്ല, അതിന് മുമ്പും അന്തർദേശ ബന്ധങ്ങളിൽ വളരെ ദുർബലപ്പെട്ടിരിക്കുന്നു. എത്രയോ യുദ്ധങ്ങൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നേരത്തെ റഷ്യ ക്രിമിയ ആക്രമിച്ചപ്പോൾ ഒന്നും ചെയ്തില്ല, ഉക്രൈൻ ചെയ്തപ്പോൾ ചെയ്തില്ല, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നത്തിൽ. പിന്നെ ട്രംപ് വന്നതിന് ശേഷം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പുറകിൽ നിൽക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് അതിൻ്റെ നേതൃത്വത്തിന് പ്രത്യേകിച്ചൊരു ശക്തിയില്ല, നിർഭാഗ്യവശാൽ. അതുകൊണ്ട് നമുക്ക് G20 പോലെയുള്ള അന്തർദേശീയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഈ അത്തരം ബ്രിക്സ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഉള്ളത് കൊണ്ട് നമുക്ക് പിന്തുണ ലോബി ചെയ്യാൻ ഒരു വിഷമവുമില്ല. നമ്മൾ ഓവർ കോൺഫിഡൻ്റ് അല്ല. പാകിസ്ഥാനെ പോലെ ഒരു ചതിയുള്ള രാജ്യം, ചതിപ്രയോഗം മാത്രം 47 യുദ്ധം മുതൽ ചതി മാത്രം കാണിക്കുന്ന ഒരു രാജ്യത്തെടുത്ത് നമ്മൾ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി നിൽക്കുക. അതിനുള്ള തയ്യാറെടുപ്പിനുള്ള സമയം നമുക്ക് കിട്ടി. നമ്മൾ പ്രിപ്പയർഡാണ്. മാത്രമല്ല ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങളിൽ പാകിസ്ഥാൻ വളരെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഇതല്ലാതെ താലിബാൻ പാകിസ്ഥാനും ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. ഇതിനോട് അപ്പുറം സുരക്ഷിതത്വത്തിൽ പ്രശ്നമുണ്ട്. അതോടൊപ്പം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. പട്ടാളക്കാർ രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കാമെന്ന് നോക്കുന്നതല്ലാതെ അവർക്ക് രാജ്യത്തെ നന്നാക്കുന്ന ഒരു ലക്ഷണവും അവിടുത്തെ സാഹചര്യത്തിൽ കാണുന്നില്ല. അതാണ് ഇത്തരത്തിലേക്ക് ബുദ്ധിമുട്ടിൽ ഉഴലുന്ന ഒരു പാകിസ്ഥാനെതിരെ ശ്രീ സന്ദീപ് വാര്യർ, നമ്മൾ എടുത്തിരിക്കുന്ന ഈ 13 നടപടികൾ, കൈക്കൊണ്ടിരിക്കുന്ന വിവിധ തലങ്ങളിലായി വിവിധ മേഖലകളിലായി നമ്മൾ കൈക്കൊണ്ടിരിക്കുന്ന ഈ നടപടികൾ, അതേക്കുറിച്ച് എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം? നിങ്ങൾക്കിത് ബോധ്യപ്പെടുന്നില്ല എന്നുണ്ടോ? നോക്കൂ, പഹൽഗാമിൽ നടന്നിട്ടുള്ള തീവ്രവാദി ആക്രമണം പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത് അയക്കുന്ന തീവ്രവാദികൾ നടത്തുന്ന, ഇന്ത്യക്കെതിരായി നടത്തുന്ന ഒളിയുദ്ധത്തിന്റെ ഭാഗമാണ് കാശ്മീരിലെ തീവ്രവാദി ആക്രമണം. അതിശക്തമായ തിരിച്ചടി നൽകണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള കൃത്യമായിട്ടുള്ള നിലപാട്. ഇത് CWC കൂടി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുന്നതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ, നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും പൊതുസമൂഹത്തിന് മുന്നിൽ, ലോക സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്താനുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വഴികളും തേടണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ഈ തീവ്രവാദ ആക്രമണം പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നതിന് കോൺഗ്രസ് എതിരാണ്. അത്തരത്തിൽ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഒരു സാഹചര്യമാക്കി മാറ്റുന്നതിന് പകരം ദേശ സുരക്ഷ ഉറപ്പുവരുത്തുക, രാജ്യത്തെ പൗരന്മാരുടെ ജീവഹാനിക്കേറ്റ ഒരു വലിയ പ്രശ്നമുണ്ട്. ജനങ്ങൾ വലിയ തോതിൽ ആശങ്കാകുലരാണ്. അപ്പോൾ ഒരു റെട്ടറിക്കിന് പകരം ഒരു തിരിച്ചടിയാണ്, അതും വളരെ ടൈംലി ആയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതെ, അതിൽ ഞാനൊരു ക്ലാരിറ്റി വരുത്താൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ശ്രീ സന്ദീപ് വാര്യർ. തിരിച്ചടി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു യുദ്ധം, ഔട്ട്റൈറ്റ് വാർ, ഇത് തന്നെയാണോ? അതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ അത് പറയേണ്ടത്. അത് രാജ്യത്തെ സൈന്യമല്ലേ അത് പറയേണ്ടത്. രാജ്യത്തെ സൈന്യം അക്കാര്യങ്ങൾ തീരുമാനിക്കണം. തിരിച്ചടി കൊടുക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ തിരിച്ചടിയുടെ സ്വഭാവവും അതല്ലെങ്കിൽ അതിന്റെ വ്യാപ്തിയും സംബന്ധിച്ച്
സൈന്യത്തെ ഉപദേശിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സൈന്യത്തിന് സൈന്യത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ആ തിരിച്ചടിയുടെ ആഴവും പരപ്പും ഒക്കെ നിശ്ചയിക്കേണ്ടത് ഇന്ത്യൻ സൈന്യമാണ്. അത് നിശ്ചയിക്കാനുള്ള പ്രാപ്തി ഇന്ത്യൻ സൈന്യത്തിനുണ്ട്. നേരത്തെയും അവരത് ചെയ്തിട്ടുണ്ട്. രാജ്യം ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള വീറുറ്റ ഒരു സൈന്യം നമുക്കുണ്ട്. ആ സൈന്യത്തിൽ നമുക്കൊക്കെ വിശ്വാസമുണ്ട്. അവർ ആ തിരിച്ചടി നൽകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷേ രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ സമീപനം സ്വീകരിക്കുകയും സൈന്യത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണം. ആ തിരിച്ചടി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഏൽപ്പിച്ച, ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് ഏൽപ്പിച്ച, ഇന്ത്യയുടെ പൗരന്മാർക്ക് ഏൽപ്പിച്ച ജീവഹാനിക്ക് തക്കതായ തിരിച്ചടി നൽകുന്നതാവണം. ആ തിരിച്ചടിയോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ, നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും പാകിസ്ഥാൻ ഐസൊലേറ്റ് ചെയ്യാനുമുള്ള ശക്തമായിട്ടുള്ള നയതന്ത്ര പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകണം. അല്ല, ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നടപടികൾ അത് എത്രത്തോളം അവർക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നതിന്റെ പ്രതികരണങ്ങളൊക്കെ അവിടെ നിന്ന് വന്നു തുടങ്ങുന്നുണ്ടല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു കൃത്യമായ നടപടിയാണ് എന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ശ്രീ സന്ദീപ് വാര്യർ? അല്ല, ഇതിൽ കോൺഗ്രസിന്റെ ബോധ്യപ്പെടലിനപ്പുറം യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ. എന്താ യാഥാർത്ഥ്യങ്ങൾ? നമ്മൾ ഈ ഒരു ഡിപ്ലോമാറ്റിക് തലത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങളോടടക്കം, പാകിസ്ഥാൻ പോട്ടെ, പാകിസ്ഥാൻ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ സർവനാശം ആഗ്രഹിക്കുന്ന, ഇന്ത്യയെ ബ്ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അപ്പുറത്ത് നേപ്പാൾ പോലെ, അതല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെ, ശ്രീലങ്ക പോലെ, മാൽഡീവ്സ് പോലെയുള്ള ഇന്ത്യയുടെ സാർക്ക് അയൽപ്പക്ക രാജ്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യയോട് കഴിഞ്ഞ മോദി സർക്കാർ വന്നതിന് ശേഷം അകന്നു നിൽക്കുകയാണ്. ഒരു വലിയ ഡിപ്ലോമാറ്റിക് ഫെയിലിയർ അവിടെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ആരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ അവരെ വരുതിക്ക് നിർത്താനോ ഒന്നും സാധിക്കില്ല. പകരം ഒരു ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ് ആവശ്യമുണ്ട്. ഈ സമയം അത് പറയേണ്ട സമയമല്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ആ ഡിപ്ലോമാറ്റിക് എൻഗേജ് നടത്തുന്ന കാര്യത്തിൽ പലപ്പോഴും യൂ ടേൺ അടിക്കുന്ന നിലപാടുകളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടത്. ഒരു ദിവസം രാവിലെ എണീറ്റ് പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് പറയുന്നു, പിറ്റേ ദിവസം ബിരിയാണി ഡിപ്ലോമസിയുമായി പോകുന്നു, സാരി ഡിപ്ലോമസിയുമായി പോകുന്നു. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലപാട്, ക്രിക്കറ്റ് ഡിപ്ലോമസിയുമായിട്ട് പോകുന്നു. അപ്പം പലതരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഇക്കാര്യത്തിൽ വരുന്നു. ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് പ്രഷർ പാകിസ്ഥാന് മുകളിൽ വരേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾ കാണുന്നു, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മളെടുക്കുന്ന നിലപാടുകൾക്ക് ഒരു വലിയ തോതിലുള്ള പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. ആ പിന്തുണ ആർജിക്കാൻ ആവശ്യമായിട്ടുള്ള നയതന്ത്ര ഇടപെടലുകൾ രാജ്യം നടത്തണം. ഈ സമയത്ത് ഒരു വലിയ വിമർശനത്തിനല്ല, മറിച്ച് ക്രിയാത്മകമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും കേന്ദ്ര സർക്കാർ ഇതിനെ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് കാണുന്നു, രാഷ്ട്രീയ ആയുധമായിട്ട് കാണുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഇത്തരത്തിലുള്ള സംഭവത്തെ രാഷ്ട്രീയമായിട്ടുള്ള ആയുധമായി കാണരുത്. ഇപ്പോൾ രാജ്യത്തിന് ആവശ്യം ഒരു യൂണിറ്റിയാണ്, ഒരു ഐക്യമാണ്. ആ ഐക്യത്തിന് പകരം രാജ്യത്തിനകത്ത് തന്നെ ഭിന്നതയുണ്ടാക്കുന്ന പ്രസംഗങ്ങളും ഭിന്നതയുണ്ടാക്കുന്ന നിലപാടുകളും BJP നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും BJP അനുകൂലിക്കുന്നവരുടെ ഭാഗത്തുനിന്നും വരുന്നത് വാസ്തവത്തിൽ ആരെയാണ് സഹായിക്കുന്നത്? അത് പാകിസ്ഥാന്റെ പ്രൊപ്പഗണ്ടയെ സഹായിക്കുന്നതാണ്. പാകിസ്ഥാന്റെ ഇവിടെ നോക്കൂ, മതം തിരിച്ച് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ മതം നോക്കാതെ രക്ഷകനായിട്ട് വന്നൊരു കശ്മീരി യുവാവ് അപ്പുറത്തുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയിലെ 20 കോടി മുസൽമാന്മാരിൽ ഒരാൾ പോലും ഈ അക്രമത്തെ അനുകൂലിക്കുകയോ അതല്ലെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ശക്തമായ തിരിച്ചടി നൽകണം എന്ന അഭിപ്രായമില്ലാത്ത ഒരു ഇന്ത്യൻ മുസൽമാൻ പോലും ഇല്ല. പക്ഷേ അവിടെ സംഭവിച്ചുള്ള തീവ്രവാദി ആക്രമണം പോലും രാജ്യത്ത് വർഗീയ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു ടൂളായിട്ട്, പൊളിറ്റിക്കൽ ടൂളായിട്ട് BJP ഉപയോഗിക്കുന്നതിനോട് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള വിയോജിപ്പും എതിർപ്പുമുണ്ട്. ആ പരിപാടികൾ BJPയും സംഘപരിവാറും അവസാനിപ്പിക്കണം. പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ, പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേരെ അതിശക്തമായിട്ടുള്ള നിലപാട് 1971 സ്വീകരിച്ചതുപോലെ, 84 സ്വീകരിച്ചതുപോലെ, 65-ലും 47-ലും ഒക്കെ സ്വീകരിച്ചതുപോലെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം. അവിടെ ഒരു തരത്തിലുള്ള പിന്മാറ്റവും ഉണ്ടാകരുത്. ഇത്തവണ രാജ്യത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കേണ്ടത് രാജ്യത്തെ പൗരന്മാരെ മൊറയിൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമാണ്. അതിനു പകരം രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന നിലപാടുകളുമായി ഭരണാധികാരികളും അവരുടെ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ജനങ്ങളുടെ, പൗരന്മാരുടെ മൊറയിലിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യം പോകരുത് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അസന്നിഗ്ധമായിട്ടുള്ള അഭിപ്രായം. ശരി, ശ്രീ P. ശ്യാംരാജ്, ഇപ്പോൾ സന്ദീപ് പ്രധാനമായി ഉന്നയിച്ച ചില വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനം ഇതൊരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കുന്നുണ്ട്, മറ്റൊന്ന് കൺസിസ്റ്റന്റ് അല്ല, പാകിസ്ഥാനെതിരായ നിലപാടിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്നില്ല ഒരേ രീതിയിൽ എന്നതടക്കം അദ്ദേഹം ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് എന്താണ്? ഇതൊരു രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലേക്ക് പല ഘട്ടങ്ങളിലും നേതാക്കൾ ഉൾപ്പെടെ നിലപാട് സ്വീകരിക്കുന്നു. മറുപടി എന്താണ്? അല്ല, നോക്കൂ, രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന നിലയിലുള്ള നിലപാടുകൾ ആരാണ് സ്വീകരിച്ചത്? ഈ സ്വീകരിച്ചത് ആരാണെന്ന് ഇവിടെ കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള സന്ദീപിന് അറിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് AICCയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള
ശ്രീ വേണുഗോപാലിന് കെ സി വേണുഗോപാലിന് കൃത്യമായിട്ട് അറിയാമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സർക്കുലർ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. ആ സർക്കുലറിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ടായി, അവരുടെ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു തീരുമാനമെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് രാജ്യത്തോടൊപ്പം അതോടൊപ്പം തന്നെ സർക്കാർ എടുക്കുന്ന ഏതൊരു നടപടിക്കും ഒപ്പം നിൽക്കുക എന്നുള്ളതാണുള്ളത്. അതിനെ വയലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും വക്താക്കളോ നേതാക്കളോ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള സംഘടനാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞത് ഞങ്ങളല്ല, ഇവരുടെ തന്നെ സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഡിസിഷൻ മേക്കറായിട്ടുള്ള കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ടൂളായിട്ട് ആരാണ് ഉപയോഗിച്ചത്? ഇത് രാഷ്ട്രീയമായിട്ടുള്ള ടൂളായിട്ട് ഉപയോഗിച്ചെന്ന് ആർക്കാണ് തോന്നിയത്? ആ തോന്നിയത് ആദ്യം തന്നെ ഇവരുടെ നേതാക്കന്മാർക്കാണെന്നേ. ഇവിടെ നോക്കൂ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ എക്സ് ഹാൻഡില്, കേരളത്തിലെ KPCCയുടെ എക്സ് ഹാൻഡില് അവിടുത്തെ പാകിസ്ഥാനിലെ ഒരു മുൻ മന്ത്രി എടുത്തിട്ട് ഉപയോഗിക്കലാണ്. കേരളത്തിൽ കണ്ടില്ലേ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, പാകിസ്ഥാൻ ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ല എന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്നു പറഞ്ഞില്ലേ? ഇനി സിദ്ധരാമയ്യയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? സിദ്ധരാമയ്യയുടെ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ മന്ത്രിമാരും സൈനിക മേധാവികളുടെ അടക്കമുള്ള ആളുകൾ എടുത്തിട്ട് ഉപയോഗിക്കുകയുണ്ടായി. ഇപ്പോൾ ഒരു യുദ്ധം വേണ്ട എന്ന് ഇന്ത്യക്ക് അകത്തു നിന്ന് തന്നെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ അഭിപ്രായം പറയുന്നു എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം പറയുകയുണ്ടായി. പിന്നെ മതപരമായിട്ട് ഉപയോഗിച്ചതാരാണ്? മതപരമായിട്ട് ഉപയോഗിച്ചത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുള്ള, ഞാൻ ആ വാക്കുകൾ പോലും പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, ഒന്ന് ഇവരുടെ നേതാവിൻ്റെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വാദ്രയാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിൽ യാതൊരു യാഥാർത്ഥ്യബോധവും ഇല്ലാത്ത രീതിയിൽ സംസാരിച്ച അദ്ദേഹമാണെന്നേ. അതോടൊപ്പം തന്നെ ഈ കർണാടകത്തിലെ ഒരു എക്സൈസ് മിനിസ്റ്ററും. അപ്പോൾ പറയുമ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടെ പറയാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കണം. ഈ ഒരു സമയത്ത് രാഷ്ട്രീയം പറയേണ്ടതല്ല എന്നുള്ള കാര്യം നിങ്ങളുടെ സീനിയർ നേതാക്കന്മാർ പറയുകയും, പക്ഷേ മറുഭാഗത്ത് ഈ മറ്റു ചില നേതാക്കന്മാർ ഈ രാജ്യ താല്പര്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ മുൻ മന്ത്രിമാരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും ചട്ടകവും അവരുടെ നാവായിട്ട് മാറാൻ ഉപയോഗപ്പെടുകയോ ചെയ്യുന്ന രീതിയിലേക്ക് ഇവർ ചെയ്യുന്ന ഈ പെരുമാറ്റമാണ് ആദ്യം മാറ്റേണ്ടത്. അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ട് ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അത് അംഗീകരിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ്, ഞങ്ങളൊന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, AICC സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ സർക്കുലർ സൂചിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു യുദ്ധസമയത്ത് രാജ്യ താല്പര്യത്തിനൊപ്പം നിൽക്കുന്ന നിലപാടുകൾ എടുത്തില്ല നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും, അല്ലെങ്കിൽ സംഘടനാ നിലപാടുകൾ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടല്ല വന്നത്, പക്ഷേ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പഹൽഗാമിൽ അറ്റാക്ക് നടന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ഈ വിഷയത്തെ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുന്നത് അന്നും ഇന്നും എന്നും കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. നോക്കൂ, ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പാകിസ്ഥാൻ പോലെ ഒരു തീവ്രവാദത്തിൻ്റെ വിളനിലമായിട്ടുള്ള ലോകത്തിലെ തീവ്രവാദത്തിൻ്റെ രണ്ടാമത്തെ ഫാക്ടറി ആയിട്ടുള്ള രാജ്യം, ആ രാജ്യം ഇപ്പോൾ ഒരു യുദ്ധസന്നാഹമായിട്ട് അല്ലെങ്കിൽ യുദ്ധസന്നദ്ധമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ പോലെ സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞ ആഭ്യന്തരമായിട്ട് അനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു രാജ്യത്തെ ഇങ്ങനെയൊരു യുദ്ധസന്നദ്ധമായി നിർത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു യുദ്ധമാണെന്നേ. അതിന് തന്നെ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഭീമമായിട്ടുള്ള ഫിനാൻഷ്യലായിട്ടുള്ള വലിയ ലോസ് അവർക്ക് ഉണ്ടാകുന്നു. അവർക്ക് അവരുടെ ജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. രാത്രി 2 മണിക്ക് അവരുടെ നേതാക്കന്മാർക്ക് പാതിരാത്രി കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് പത്രസമ്മേളനം നടത്തേണ്ടി വരുന്നു. ആ രാജ്യം വിറങ്ങലിച്ചിരിക്കുകയാണ് എല്ലാ രീതിയിലും, ഡിപ്ലോമാറ്റിക് രീതിയിലായിക്കോട്ടെ. ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. നോക്കൂ, ഇന്നലെയാണ് റഷ്യയിലുള്ള പാകിസ്ഥാന്റെ അംബാസഡർ പറഞ്ഞത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടി വന്നാൽ ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കുമെന്ന്. പിറ്റേന്ന് ഇന്നെന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. റഷ്യൻ പ്രസിഡന്റ് നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ഭീകരതയ്ക്കെതിരായിട്ടുള്ള രാജ്യത്തിൻ്റെ ഈ പോരാട്ടത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഡിപ്ലോമാറ്റിക് രീതിയിലൊക്കെ പൂർണ്ണമായിട്ട് ആരാണ് പാകിസ്ഥാന് പിന്തുണ കൊടുത്തിട്ടുള്ളത്? മുഴുവൻ രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം തന്നെയാണുള്ളത്. ഇന്ത്യ എന്ന് ചെയ്യുമ്പോൾ അമേരിക്ക എന്താണ് പറഞ്ഞത്? ഈ വിഷയം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിലുള്ള വിഷയമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഈ കാര്യത്തിൽ ഇടപെടാം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ലോകരാഷ്ട്രം കാനഡയ്ക്ക് പോലും ഇടപെടേണ്ടി വന്നു. അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യയോടൊപ്പമാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഈ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, വരും ദിവസങ്ങളിൽ ഇനിയൊരു ഫൈറ്റിലോട്ട് എന്താണ് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധത്തിലേക്ക് എപ്പോഴാണ് ചെല്ലുക? ബഹുമാനപ്പെട്ടിട്ടുള്ള പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നതാധികാര സമിതി നമ്മുടെ സേനയ്ക്ക് കൃത്യമായിട്ടുള്ള ഫ്രീ ഹാൻഡ് കൊടുത്തു കഴിഞ്ഞു. യുദ്ധം ഏത് സമയത്ത് എവിടെ എങ്ങനെയെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് നമ്മളെ കാത്തുരക്ഷിക്കുന്ന നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ ചെയ്യുക
തന്നെ ചെയ്യും. പാകിസ്ഥാൻ എന്ന് പറയുന്ന തെമ്മാടി തീവ്രവാദ രാജ്യത്തിന് നമ്മുടെ രാജ്യം ലോകം ഉറ്റുനോക്കുന്ന രീതിയിൽ ലോകം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും. അതെ, എന്താണത് എന്നൊക്കെയുള്ളത് നമുക്കറിയില്ല. ഏതായാലും ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൂടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജാഗരൂകരായിരിക്കുക, ഒപ്പം തന്നെ മോക്ക് ഡ്രില്ല് നടത്തുക ഈ മാസം 7-ാം തീയതി എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. പ്രഭാകരൻ പല്ലേരി, ഇപ്പോൾ ഇതിൽ നമുക്കറിയാം ഉറി, അതിനുശേഷം നമ്മൾ അതിനൊരു തിരിച്ചടി കൊടുത്തത് 10 ദിവസത്തിന് ശേഷം, അതുപോലെ പുൽവാമയാണെങ്കിൽ 12 ദിവസത്തിന് ശേഷം. ഇപ്പോൾ ഇവിടെ 2 ആഴ്ച ആകുന്നു. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞത് ഇപ്പോൾ താങ്കളൊക്കെ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലേക്ക് ഏറ്റവും ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത്. 26 പേരെ, അത് എങ്ങനെയാണ് അവരെ കൊല ചെയ്തത്, ആരൊക്കെയാണ് എന്നൊക്കെയുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ചെയ്തതിനപ്പുറത്തേക്ക്, എന്നാൽ അതൊരു യുദ്ധം എന്ന തരത്തിലേക്ക് പോകാതെ അങ്ങനെ ഒരു രീതിയാണോ അവലംബിക്കാൻ പോകുന്നത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണ് ഗവൺമെന്റിന്റെ ഓഫീസർമാർ ചിന്തിക്കുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്ക് ഇവിടെ ഇരുന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്റെ പരിചയത്തിൽ കൂടെ നോക്കുകയാണെങ്കിൽ യുദ്ധത്തിലേക്ക് നീങ്ങുകയില്ല. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, എൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ യുദ്ധത്തിലേക്ക് പോകണമെന്ന് ഞാൻ പറയില്ല. കാരണം അതുകൊണ്ട് നമുക്ക് പല നഷ്ടങ്ങളും വേറെ വരാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു നഷ്ടം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന 13ഓളം ചാൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്, പലതും നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫലത്തിന് കുറവ് വരും. അമേരിക്കയിലെ മൂലധന വിപണിയിൽ, മൂഡീസ് എന്ന് പറയുന്ന മൂലധന വിപണിയിൽ വളരെയധികം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ട് അവിടെ. അവർ തന്നെ തീരുമാനിച്ചതാണ്, ഇപ്പോൾ മനസ്സിലായതാണ്, ഇതുകൊണ്ട് ഇന്ത്യക്ക് യാതൊരു കുഴപ്പവും വരില്ല. പക്ഷെ പാകിസ്ഥാന്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ അങ്ങേയറ്റം തളരാനുള്ള സാധ്യതകളുണ്ടെന്ന് മൂഡി ഇന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ ലോകം മുഴുവൻ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ പറ്റി വാദിക്കുന്നുണ്ട്, അവർ അന്വേഷിച്ച് കൊണ്ട് നടക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ യുദ്ധം ചെയ്ത് കുറെ മുറിപറ്റിക്കുക എന്നുള്ളത് മാത്രം നമ്മളെ കൊണ്ട് സാധിക്കും, വളരെ വൃത്തിയായിട്ട് സാധിക്കും, പലതും ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനേക്കാളും നല്ല ചോയ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതല്ലേ ചെയ്യേണ്ടത്. ഇപ്പോഴുള്ള പക്ഷെ അവിടെ കൊണ്ടത് അവസാനിപ്പിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ഇപ്പോഴുള്ള ചില തയ്യാറെടുപ്പുകൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില കൂടിയാലോചനകൾ, ഇപ്പോൾ സൈന്യത്തിന് പൂർണ്ണമായ അധികാരം നൽകിയിരിക്കുന്നു, മുഖാമുഖം ഈ നാവികസേനയുടെ ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. കൂടുതൽ മിസൈലുകൾ വാങ്ങുന്നു റഷ്യയിൽ നിന്നും, അതുപോലെ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഈ പറയുന്ന തരത്തിലേക്കൊരു സ്ട്രാറ്റജിക് വാർ എന്നതിനപ്പുറത്തേക്ക് പോകും എന്നതിന്റെ സൂചനയായി ഇതിനെ കാണാമോ? അതാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും കാണാം, തീർച്ചയായിട്ടും. അത് വളരെ നല്ലൊരു സംഗതി കൂടെയാണ്. അല്ലാതെ യുദ്ധം ചെയ്യുമ്പോഴല്ല നമ്മൾ പോയി മിസൈലൊക്കെ വാങ്ങുക, അതൊക്കെ അതിന്റെ കൂടെ ഉണ്ടാകുന്ന മാത്രം. യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന്. അതിന് കുറച്ചുകൂടെ സമയം കൊടുക്കുന്നു. അതേസമയം ഏത് രാജ്യമാണെങ്കിലും, പ്രത്യേകിച്ചും ഇന്ത്യയെ പോലെയുള്ള പുരോഗമിച്ച രാജ്യങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സിലും മനുഷ്യാവകാശത്തിലും ഒക്കെ വളരെ ശ്രദ്ധ ചെലുത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും എന്നും യുദ്ധത്തിന് റെഡിയായിരിക്കും. പക്ഷെ അതിന് നമ്മൾ തയ്യാറെടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ നാട്ടിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. എന്ത് തന്നെയായാലും യുദ്ധത്തിന്റെ അവസ്ഥ വരുമ്പോൾ ആ ഗവൺമെന്റ് തയ്യാറെടുപ്പുകൾ ഞാൻ പല സ്ഥലത്തും പല വിഭാഗത്തിലും ചൈനീസ് യുദ്ധം പോലെ ഞാൻ കാണുന്നുണ്ട്. ഏത് ഗവൺമെന്റ് ആയാലും അതിന് വളരെയധികം ഉത്തരവാദിത്തം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആം ഫോഴ്സസ്. അതായത് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് 3 തരത്തിലുള്ള പട്ടാളങ്ങളാണ്, സൈന്യങ്ങളാണ്. നേവി, ആർമി, എയർഫോഴ്സ് എന്ന് പറയുന്നത് ഈ 3 നമുക്ക് ഇന്ത്യക്കുള്ളത്. അമേരിക്ക 7 എണ്ണമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സൈന്യാധിപന്മാർക്കും സൈന്യങ്ങൾക്കും ചെയ്യാനുള്ള അവർക്ക് സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുകയാണ് ഗവൺമെന്റ് ആദ്യം ചെയ്യേണ്ടത്, സാധാരണ ചെയ്യുന്നത്. ചില സമയത്ത് സംഭവിക്കാറില്ല, അതൊന്നും ഇവിടെ ഉദാഹരണമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള വഴി. ആദ്യമായി ഗവൺമെന്റ് പോയിട്ട് സൈന്യത്തോട് പറയുന്നു, റെഡിയായി ഇരിക്കണം, നിങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്തു തരാമെന്ന് പറയുന്നു. നിങ്ങൾക്ക് വേണ്ട മാതിരിയാണ് സൈന്യം യുദ്ധം ചെയ്യേണ്ടത്. രണ്ടാമത്, ഇന്ത്യയിലെ ഈ പ്രാവശ്യം വരാൻ പോകുന്ന യുദ്ധം വരികയാണെങ്കിൽ തന്നെ അത് ഒരു CDS, ഒരു യൂണിഫൈഡ് കമാൻഡ് കൺസെപ്റ്റിലാണ് വരിക. യൂണിഫൈഡ് കമാൻഡ് കൺസെപ്റ്റ് വന്നാൽ പ്രത്യേകമായിട്ട് ആർമി, നേവി, എയർഫോഴ്സ് ഉണ്ടാവില്ല. എല്ലാം കൂടെ ഒന്നായിട്ടുള്ള ഒരു യുദ്ധമാണ് വരാൻ പോകുന്നത്, അമേരിക്ക ഒക്കെ ചെയ്യുന്ന മാതിരി. അപ്പോൾ അവിടെയൊക്കെ പലതും സാധിക്കാനുണ്ട്.
വേറെ ഒരു അവസ്ഥ വരുന്നത്, അത് എന്റെ സ്വയം അഭിപ്രായമാണ്, ഞാൻ പല വേദിയിലും ഇത് പറഞ്ഞിട്ടുണ്ട്, യുദ്ധം എന്ന് പറയുന്ന സംഗതി തന്നെ മാറിക്കൊണ്ട് വരികയാണ്. യുദ്ധം എന്ന് പറയുന്നത് അങ്ങോട്ട് കയറി അടിക്കുക എന്നുള്ളതൊന്നുമല്ല യുദ്ധം. യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ വെടിപൊട്ടിക്കാതെ തന്നെ യുദ്ധം ചെയ്യാൻ സാധിക്കും, മറ്റുള്ള രാജ്യങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും. കഴിഞ്ഞ 71 യുദ്ധത്തിൽ PNS ഘാസി എന്ന് പറയുന്ന മുങ്ങിക്കപ്പലിനെ എങ്ങനെയാണ് ഇന്ത്യൻ നാവികസേന തകർത്തിയത്? ഒരു വെടി പോലും ഡയറക്റ്റ് ആയിട്ട് പൊട്ടിക്കാതെയാണ്. അങ്ങനെ പല തരത്തിലും നമുക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കും. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത്, യുദ്ധം എന്ന് പറയുന്നത് തന്നെ ഞാനിപ്പോൾ കാര്യമായിട്ട് കാണുന്നില്ല. അത് വളരെ നിസ്സാരമായ സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് വലിയ ഫലങ്ങളൊന്നുമില്ല. ഇപ്പോൾ നടന്നിട്ടുള്ള ഈ 13 അവസ്ഥകളിൽ പാകിസ്ഥാൻ പെട്ടത് കഴിഞ്ഞ 12 ദിവസമായിട്ട് പാകിസ്ഥാൻ വളരെയധികം നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഇനിയും നടക്കാൻ പോകുന്നത് ഞാൻ അതെ, വിശ്വസിക്കുന്നു. അതിന്റെ പ്രതികരണങ്ങൾ എന്താണ് ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രതികരണമൊക്കെയാണ് ഏറ്റവും ഒടുവിലായി അവിടുത്തെ പാർലമെന്റിൽ നിന്ന് വന്നിട്ടുള്ളതും. ഡോക്ടർ ജി ഗോപകുമാർ, ഈ നമുക്കിപ്പോൾ അറിയാം, ഇതിനു മുൻപ് പലതവണ നമ്മൾ അവരുടെ ഈ ഭീകര ആക്രമണത്തിനൊക്കെ ഇരയായിട്ടുള്ളവരാണ്. വീണ്ടും അത് ഉണ്ടാകുമ്പോൾ നമ്മൾ കുറെ കൂടി തീക്ഷ്ണമായി തന്നെ പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയമാണോ ഇത്? പ്രത്യേകിച്ച് ഈ ഇവരുടെ ഒരു ഭീകരവാദ നെറ്റ്വർക്കിനെ തകർത്ത് കളയുക എന്ന് പറയുന്ന അത്ര എളുപ്പമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അത് ഇനിയും അത് വച്ചുപൊറുപ്പിക്കരുത് എന്ന തരത്തിലേക്ക് വളരെ കർക്കശമായൊരു നിലപാടിലേക്ക് ഇന്ത്യ പോകും. അങ്ങനെ പോകേണ്ടതല്ലേ? ഇന്ത്യ പോകുമെന്ന് കരുതാമോ നമുക്ക്? അതത്ര എളുപ്പമാണോ എന്നത് അറിയില്ല. ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. കാരണം ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിൽ വളരെ കുറച്ച് മാത്രമേ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ പാകിസ്ഥാൻ ഒരു ജനാധിപത്യ രാജ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ നടപടി എങ്ങനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ലിമിറ്റഡ് വാറിലേക്ക് ചിലപ്പോൾ പോയേക്കും. ഇവിടെ കോസ്റ്റ് ഗാർഡ് മുൻ DG പറഞ്ഞതുപോലെ നമ്മൾ സാമ്പത്തികപരമായി പാകിസ്ഥാനെ ഞെരുക്കുന്നത് തന്നെ ഒരു എക്കണോമിക് വാറാണ്. നയതന്ത്രപരമായി ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ നമ്മൾ നേടുന്നു. സ്ട്രാറ്റജിക്കലായിട്ട് തന്ത്രപരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന 13 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടവയൊക്കെ. ഇപ്പോൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല, തന്ത്രപരമായും പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ്. ഇവിടെ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാൻ ഉണ്ടാക്കുന്നു. ബലൂചിസ്ഥാൻ ഒരുപക്ഷെ വിമോചനം നേടാനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കും. അങ്ങനെ തുടങ്ങി പ്രാന്തപ്രദേശത്തുള്ള പാകിസ്ഥാൻ വിരുദ്ധ ശക്തികളെല്ലാം പാകിസ്ഥാനെതിരെ തിരിയുന്ന ഒരു പശ്ചാത്തലം, ജനങ്ങൾ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ പട്ടാളത്തിനെതിരെ തിരിഞ്ഞ ചരിത്രം പഴയ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇമ്രാൻഖാൻ ജയിലിലാണ്. ബിലാൽ ഭൂട്ടോ ആകട്ടെ പട്ടാള മേധാവിയെ തഴുകിക്കൊണ്ട് പിന്നെ സർദാരി ഭൂട്ടോ പ്രസിഡൻ്റായി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ പട്ടാളത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, അതൊരു ഫേമസ് സെയിങ് തന്നെ ഉണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും ഒരു മിലിറ്ററി ഉണ്ട്, പക്ഷേ മിലിറ്ററിക്കൊരു രാജ്യമുണ്ട്, അതിൻ്റെ പേരാണ് പാകിസ്ഥാൻ. ഇപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും സജ്ജമാവുക. ചോദ്യത്തിലുള്ള പ്രിസൈസ് ആൻസർ, നമ്മൾ എല്ലാ രീതിയിലും സജ്ജരാവുക. ഒന്നിലും കോംപ്രമൈസ് വേണ്ട. എപ്പോൾ വേണമെങ്കിലും ഒരു ലിമിറ്റഡ് വാർ ഉണ്ടാകാം. ആ ലിമിറ്റഡ് വാറിന് അപ്പുറം പോകുമോ എന്നുള്ളത് നമ്മളല്ല നിശ്ചയിക്കുന്നത്, പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാന് ആരോടും ഉത്തരവാദിത്വമില്ലാത്ത ഒരു അയൽപക്ക രാജ്യമാണ്. മാത്രമല്ല, പാകിസ്ഥാൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താൽ പോലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താൽ വീണ്ടും ഇന്ത്യക്കാണ് പ്രശ്നം. കാരണം നമ്മുടെ ഉപഭൂഖണ്ഡത്തിലാണ് പിന്നീടുള്ള പുത്തൻ ശീത സമരങ്ങളൊക്കെ വരാൻ പോകുന്നത്. അത് മതമാകാം, വർഗീയതയാകാം, രാഷ്ട്രീയമാകാം, ജിയോ പൊളിറ്റിക്കലാകാം. ഇത്തരത്തിലുള്ള സംഘടനകൾ വരുമ്പോൾ നമ്മുടെ ഉപഭൂഖണ്ഡം ആൾറെഡി നമുക്ക് ബംഗ്ലാദേശ് ഈയിടയ്ക്ക് നമ്മളുമായിട്ടൊന്ന് തെറ്റി നിൽക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇവരെല്ലാം ഒന്നിച്ചു വരികയില്ലായിരിക്കാം, പക്ഷെ നമുക്കത് നമ്മുടെ സുരക്ഷിതത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരു പശ്ചാത്തലം വരുന്നത് കൊണ്ട് നമ്മൾ എല്ലാ തരത്തിലും ജാഗ്രതയായിരിക്കണം. ഇവിടെ സംസ്ഥാനങ്ങൾക്കോ വേണ്ട നിർദ്ദേശം കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്ത് നമുക്ക് കേരളമൊക്കെ വളരെ സേഫാണ്, ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ പറയാം. ഇന്നിപ്പോൾ അത് പറ്റുമോ? ശ്രീലങ്ക ചൈനയുമായി അടുത്ത് നിൽക്കുകയല്ലേ. നമ്മുടെ ദക്ഷിണ ഇന്ത്യ ബോർഡേഴ്സ് പോലും സേഫ് അല്ല. മറ്റേത് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്, ഇല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലും വെസ്റ്റിലുമാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സൗത്തിനും ആ പ്രോബ്ലം വരും. നമ്മൾ വളരെ കെയർഫുൾ ആകണം. നമ്മൾ അതുകൊണ്ട് തന്നെ നാഷണൽ സെക്യൂരിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് എല്ലാ തരത്തിലും ജാഗ്രത പാലിക്കുന്ന നടപടികൾ എടുക്കണം. അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം എപ്പോഴും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ലിമിറ്റഡ് വാർ ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
അതാണ് ശ്രീ സന്ദീപ് വാര്യർ ഇപ്പോൾ ഡോക്ടർ ജി ഗോപകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മൾ വളരെ കരുതലോടെ മാത്രം നീങ്ങേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ പടിപടിയായി ഓരോ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് എങ്ങനെയാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഈ സിന്ധു നദീജല കരാർ തന്നെ മരവിപ്പിക്കുന്നതിലേക്ക് ഇതുവരെ നമ്മുടെ രാജ്യം പോയിട്ടില്ല. ഇതാദ്യമായാണ് അങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോ തരത്തിലേക്ക് ഇപ്പോൾ IMF-നോട് സഹായം കൊടുക്കരുത് പാകിസ്ഥാൻ എന്ന് ആവശ്യപ്പെടുന്നു, ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അത് ഗ്രേ ലിസ്റ്റിലായിരുന്നു പാകിസ്ഥാൻ കുറേ കാലങ്ങളോളം. അതിനുശേഷം അവർ തിരിച്ച് വന്നതാണ്. ഇപ്പോൾ വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് ഇത് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിൽ പല തലങ്ങളിലുള്ള നടപടികൾ, അതൊരു പക്ഷേ ഒരു ബുദ്ധിപരമായ നീക്കം എന്ന് കൂടി വിശേഷിപ്പിക്കേണ്ട ഇടത്താണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം താങ്കൾ പറയുന്നുണ്ടായിരുന്നു. പലതരത്തിൽ അത് BJP-യുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന്. പക്ഷേ കോൺഗ്രസിൽ തന്നെ ശരിയായതല്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അതൊക്കെ നിരോധിക്കണം എന്ന് പറഞ്ഞ് ചില ഹാൻഡിലുകളിൽ ചിലതൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ അതൊക്കെ പിന്നീട് പിൻവലിക്കേണ്ടി വന്നതും. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇന്നും എന്താണ് അജയ് റായ് എന്ന നേതാവ്, അദ്ദേഹം ചില ചിത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അപ്പോൾ അതൊരു പക്വതയുള്ള സമീപനമാണോ സന്ദീപ് വാര്യർ? ഇവിടെ BJP-യുടെ പ്രതിനിധി കോൺഗ്രസിന് നേരെയുള്ള ആക്ഷേപമായിട്ട് ഉന്നയിച്ചത് കോൺഗ്രസ് ഏതോ തരത്തിൽ ഇത് മതപരമായ വിഭജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. യാഥാർത്ഥ്യതാണോ? ഈ രാജ്യത്ത് ഹെയ്റ്റ് സ്പീച്ചേഴ്സിന് മുഴുവൻ ടിക്കറ്റ് കൊടുത്ത് പാർലമെന്റിൽ എത്തിച്ച പാർട്ടിയുടെ പേരാണ് BJP. അതുകൊണ്ട് കോൺഗ്രസ് എവിടെയും അത്തരത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല. കോൺഗ്രസ് എപ്പോഴും രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. പഹൽഗാം അറ്റാക്കിന് ശേഷവും കോൺഗ്രസ് നിലകൊണ്ടത് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയുള്ള വളരെ പ്രൊയാക്റ്റീവായിട്ടുള്ള സ്റ്റെപ്പ് കോൺഗ്രസ് എടുത്തു. വളരെ മുൻകൂട്ടിയിട്ടുള്ള സ്റ്റെപ്പ് കോൺഗ്രസ് എടുത്തു. ഐക്യത്തോടു കൂടിയുള്ള ശബ്ദം പുറത്തു വരണമെന്ന് പാർട്ടി കേഡർമാരോട്, പാർട്ടി പ്രവർത്തകരോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലൊരു ആവശ്യം, രാജ്യം ഐക്യത്തോടെ നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം, മതപരമായ ഭിന്നിപ്പുണ്ടാക്കരുത് എന്ന് BJP പ്രവർത്തകരോട് എന്തേ BJP-ക്ക് പറയാൻ പറ്റാതെ പോകുന്നു? അതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. BJP-ക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാനൊരു ട്വിറ്റർ ഹാൻഡിൽ, BJP-യുടെ വെരിഫൈഡ് ട്വിറ്റർ ഹാൻഡിൽ, BJP ഛത്തീസ്ഗഡിന്റെ വെരിഫൈഡ് ട്വിറ്റർ ഹാൻഡിലാണ് ഈ കാണുന്നത്. അതിൽ പഹൽഗാമിൽ കൊല്ലപ്പെട്ട നാവികസേനാ ഉദ്യോഗസ്ഥന്റെ അരികത്തിരിക്കുന്ന പെൺകുട്ടിയുടെ ഭാര്യയുടെ ചിത്രം കൊടുത്തിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് ധർമ്മ പൂച്ച ജാതി നഹി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജാതിയല്ല ചോദിച്ചത്, മതമാണ് ചോദിച്ചത്. ഇതാണോ ഈ സമയത്ത് ഈ രാജ്യത്ത് പുറത്തോട്ട് വരേണ്ട സന്ദേശം എന്ന് പറയുന്നത്? BJP ഒഫീഷ്യലി കൊടുത്തിട്ടുള്ള സന്ദേശമാണ്. ജാതിയല്ല മതമാണ് തീവ്രവാദികൾ ചോദിച്ചത്, ഇതൊരു മതപരമായ പ്രശ്നമാണ് എന്ന് BJP-യുടെ ഒഫീഷ്യൽ ഹാൻഡിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള കാര്യമാണത്. പിന്നെ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ എന്തോ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിലിൽ വന്ന, എക്സ് ഹാൻഡിലിൽ വന്ന ചില കാര്യങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് കൊള്ളാം. പാകിസ്ഥാൻ എന്തു പറയുന്നു എന്നത് കണക്കാക്കിയിട്ടാണോ ഇന്ത്യൻ പൗരന്മാർ അവരുടെ നിലപാട് പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ 2002 മുതൽ മോദി ചെയ്തിട്ടുള്ള നിരവധി മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ, ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ പാകിസ്ഥാന്റെ മീഡിയയും പാകിസ്ഥാനും ഒക്കെ പലപ്പോഴും ആഘോഷിച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതി മോദിയും BJP-യും മിണ്ടാതിരുന്നിട്ടുണ്ടോ? എത്രയോ മോദിയുടെ മുസ്ലിം വിരുദ്ധ പ്രഭാഷണങ്ങൾ 2002 നടത്തിയിട്ടുള്ളതൊക്കെ പാകിസ്ഥാൻ എടുത്ത് ആഘോഷിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ അതല്ല ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ രാജ്യത്തിനകത്ത് ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഗവൺമെന്റിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അത് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്ത. പാകിസ്ഥാൻ എന്ത് പറയുന്നു, പാകിസ്ഥാൻ കോട്ട് ചെയ്തോ എന്ന് നോക്കിയിട്ടല്ല കോൺഗ്രസിന്റെ അഭിപ്രായം പറയുന്നത്. അങ്ങനെയാണോ ഈ രാജ്യത്തെ ജനങ്ങൾ അഭിപ്രായം പറയേണ്ടത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇനി മുതൽ നിങ്ങൾ പാകിസ്ഥാൻ നമ്മളെ ഏതെങ്കിലും തരത്തിൽ കോട്ട് ചെയ്ത് ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട് അതാണോ പുതിയ ദേശദ്രോഹി നിർവചനത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ മോദിയൊക്കെ അതേ ഗണനയിൽ വരേണ്ടി വരും. കാരണം പലതവണ നിങ്ങളെ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ കോൺഗ്രസിനെ അങ്ങ് ദേശദ്രോഹി എന്ന് മുദ്ര കുത്താനുള്ള ശ്രമമൊന്നും വേണ്ട. കോൺഗ്രസിന്റെ ദേശസ്നേഹത്തിനും കോൺഗ്രസുകാരുടെ ദേശസ്നേഹത്തിനും എന്തായാലും സംഘപരിവാറുകാരുടെ ഒരു സർട്ടിഫിക്കറ്റേയും ആവശ്യമില്ല. BJP-ക്കാരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. കാരണം BJP എന്താണ്, സംഘപരിവാർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ ഒരു സമയത്തും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചരണങ്ങളാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംഘപരിവാറിന്റെ BJP-യുടെ ഹാൻഡിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. നിങ്ങൾ കേരളത്തിലെ BJP-യുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ BJP-യുടെ പ്രവർത്തകരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ 100 കണക്കിന് ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. ഇനി കേരളത്തിലെ ചാനലുകളിൽ ഔദ്യോഗികമായി ചർച്ചയ്ക്ക് വന്ന BJP-യുടെ പ്രതിനിധികൾ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പരാമർശങ്ങളാണ് ഈ ചർച്ചയിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. അവിടെ പലപ്പോഴും കോൺഗ്രസിന്റെ പ്രതിനിധികളോട് അവർ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മുസ്ലിം ഭീകരത നടത്തിയതാണ് എന്ന് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. ഞങ്ങൾ അപ്പോഴും പറഞ്ഞിട്ട് എന്താണ് രാജ്യത്തിന്റെ നിലപാട് എന്താണ്? ഇന്ത്യ മഹാരാജ്യത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താ നിലപാട് പറയാത്തത്?
ആ രീതിയിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു നിലപാട് രാജ്യത്തിന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഐക്യത്തോടെ നിൽക്കേണ്ട സമയമാണ്. BJP എപ്പോഴും അത് ഭിന്നിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഞാൻ കൃത്യമായിട്ട് കാണിച്ചല്ലോ, വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് മതം പറഞ്ഞുകൊണ്ട് BJPയുടെ വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള പോസ്റ്റ് വെച്ചുകൊണ്ട് കോൺഗ്രസിനെ അളക്കാൻ നിൽക്കരുത്. കോൺഗ്രസ് പാകിസ്ഥാൻ എന്ത് പറയുന്നു നോക്കിയിട്ട് നിലപാട് പറയുന്നവരല്ല. കോൺഗ്രസ് കൃത്യമായിട്ട് ഉന്നയിച്ചത് ഇവിടുത്തെ സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ചാണ്. സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ ഇത്ര ഭയം? കാശ്മീരിൽ നടന്നിട്ടുള്ള സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് ചോദിച്ചാൽ ഉടൻ തന്നെ മതം കൊണ്ടുവരും, എന്നിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും. അങ്ങനെ മതം കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും ചോദിക്കും. ഇവിടെ മുംബൈ അറ്റാക്ക് നടന്ന സമയത്ത് മോദി ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ടല്ലോ. അതെ, അതാണ് ശ്രീ പി ശ്യാംരാജ് അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. അന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞ നേതാവ് ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത് ചോദിച്ചുകൂടാ എന്ന ചോദ്യം അവർ തിരിച്ചുന്നയിക്കുന്നു. എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് പെഹൽഗാമിലേക്ക് ഭീകരർക്ക് എത്താൻ കഴിഞ്ഞത്? അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടി അതത്ര നമുക്ക് മുഖവിലേക്കെടുക്കാൻ കഴിയുന്ന ഒരു മറുപടിയായി തോന്നിയിട്ടില്ല. അമർനാഥ് യാത്രയ്ക്ക് മുൻപാണ് സാധാരണ തുറന്നു കൊടുക്കാറ്. പക്ഷേ ഇതവിടുത്തെ ലോക്കൽ അതോറിറ്റി തുറന്നു കൊടുത്തതാണ്. അത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത്രയുമേ ഉള്ളൂ എന്ന തരത്തിലേക്കാണോ? അത് എന്താണ് തരുന്ന സന്ദേശം എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭീകരരെവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെയാണ് ഈ ആക്രമണം നടത്തിയ ഭീകരർ പോയിരിക്കുന്നത്? ഇവരെ നമുക്ക് പിടികൂടാൻ കഴിയുന്നില്ലല്ലോ ഇത്ര ദിവസമായിട്ടും എന്നുള്ള ചോദ്യം. ഇവർ എവിടെയൊക്കെയോ പോയിട്ടുണ്ടോ എന്നതിൽ പലതരം അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ചോദ്യങ്ങളായി അവർ ഉന്നയിക്കുകയാണ്. ശ്യാംരാജ്, ഒന്ന് ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ തരാം. അതിന് മുമ്പായിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ ഇദ്ദേഹത്തിന് ഗിരിപ്രഭാഷണത്തിന് ചില ഉത്തരങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏകദേശം 2-5 മിനിറ്റ് പറഞ്ഞിട്ടുള്ള ഈ ഗിരിപ്രഭാഷണങ്ങൾ പറയേണ്ടത് ഞങ്ങളോടല്ല. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ നിന്നും കോൺഗ്രസിൻ്റെ വിവിധ ട്വിറ്റർ എക്സ് ഹാൻഡുകളിൽ നിന്നും വന്നിട്ടുള്ള അവരുടെ നിലപാടുകൾ ശരിയല്ല എന്നും അത് തിരുത്തണമെന്നും അവരുടെ പാർട്ടി തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങളാരും പറഞ്ഞല്ലോ. എന്തുകൊണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി ഇങ്ങനെ പറയേണ്ടി വരുന്നു? അതിനർത്ഥം അവർക്കത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ, ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ രാജ്യത്തിനകത്ത് ഞാനൊരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ രാജ്യത്തിനകത്ത് വിവിധ രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിനകത്തൊരു ഐക്യമില്ല എന്ന രീതിയിലുള്ള ട്വിറ്ററുകളോ അല്ലെങ്കിൽ എക്സിൽ പ്രചരിപ്പിക്കുന്നത് തന്നെ തെറ്റല്ലേ? അത്തരത്തിലുള്ള ഒരു മെസ്സേജ് ലോകത്ത് മൊത്തം ഈ ഒരു കാലഘട്ടത്തിൽ കൊടുക്കുന്നത് എന്തിനാണ്? ഇത് അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല, ഇത് ഇവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ പറയാൻ വേണ്ടിയിട്ട് പാടില്ല, ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. സിദ്ധരാമയ്യ പറഞ്ഞത് ശുദ്ധ അപസംബന്ധമാണ്. ശരി, അത് അവരുടെ നേതൃത്വം അങ്ങനെയെങ്കിൽ അത് പക്വതയോടെ ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്. ശ്രീ പി ശ്യാംരാജ്, ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്താണ്? ഇതിലിപ്പോൾ മറ്റ് സർക്കാർ ഭരിക്കുമ്പോൾ ആക്രമണം നടക്കുമ്പോൾ ഒരു നിലപാട്, ഇപ്പോൾ മറ്റൊരു നിലപാട്, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതിനെ വേറെ തരത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അത് ശരിയാണോ? അങ്ങനെയല്ല. മൻമോഹൻ ഇതിനുള്ള മറുപടി പറഞ്ഞില്ലല്ലോ. ഞാൻ പറയട്ടെ സന്ദീപ്, നിങ്ങൾ ഇടയ്ക്കൊരു പറയല്ലേ, ശേ നിങ്ങൾ ജനാധിപത്യത്തിലേക്ക് കുറച്ചുമ്പോ ജനാധിപത്യം പറഞ്ഞിട്ട് കുറെ നേരം ക്ലാസ് എടുത്തല്ലോ. ഞാൻ പറഞ്ഞു കഴിയട്ടെ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ പറയും, അതല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് പേജിൽ ഇട് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത് ജനാധിപത്യ രീതിയിലുള്ള ചർച്ചയാണല്ലോ. നോക്കൂ, 2004 ശേഷമുണ്ടായി മൻമോഹൻ സിംഗിന് 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തെ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് എത്ര ഭീകരാക്രമണം ഉണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ? ഈ രാജ്യത്ത് എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ, അത് ബാംഗ്ലൂർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈദരാബാദ് ആയിക്കോട്ടെ, ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ എത്രയോ ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് മുംബൈ ഭീകരാക്രമണം കൂടി വന്ന സമയത്ത് ജനങ്ങൾ മുഴുവനായിട്ട്, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളിൽ നിന്നുള്ള ഒരു എതിർപ്പുണ്ടായ സമയത്ത് ആണ് അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുള്ളത്. എന്നിട്ട് ഈ മുംബൈ ആക്രമണത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഇതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഇവിടെ KPCCയുടെ എക്സ് ഹാൻഡിൽ വന്നിട്ടുള്ള ആ ചോദ്യം തന്നെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. എങ്ങനെ ഈ ഭീകരർ മുംബൈയിലേക്ക് എത്തി? ഇത്രയധികം ആളുകൾ ആയുധങ്ങളുമായിട്ട് മുംബൈയിലേക്ക് എത്തി. എന്തായിരുന്നു അന്ന് മൻമോഹൻ സിംഗിന്റെ സർക്കാരിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാതെ? എന്താണ് അന്ന് ഇന്റലിജൻസ് ഫെയിലായത്? എന്നിട്ട് വന്ന് 166ഓളം വരുന്ന നമ്മുടെ ഇന്ത്യൻ ജനതയെ ഇതുപോലെ തന്നെ പോയിന്റ് ബ്ലാങ്കിൽ വെറുതെ വെടിവെച്ച് കൊന്ന സമയത്ത്, കൊന്നതിന് ശേഷം എന്ത് തിരിച്ചടിയാണ് കൊടുത്തിട്ടുള്ളത്? ഒരു തിരിച്ചടിയും ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ ഒരു തിരിച്ചടികളും കൊടുക്കാതിരുന്ന സമയങ്ങളിൽ രാജ്യത്ത് നിരവധിയായിട്ടുള്ള തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത്, അത് നരേന്ദ്രമോദി മാത്രമല്ല, ധാരാളം ആളുകളിൽ നിന്ന് എതിർ ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. പക്ഷെ കഴിഞ്ഞ 9-7 വർഷത്തെ കാര്യങ്ങൾ നിങ്ങൾ എടുക്കൂ, എന്താണ് സംഭവിച്ചത്? ഉറി അറ്റാക്ക് ഉണ്ട്. എന്താണ് സംഭവിച്ചത്? ഉറി അറ്റാക്കിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്കിൽ കൊടുത്തില്ലേ?
പുൽവാമ അറ്റാക്ക് ഉണ്ടായാൽ അപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് എയർ സ്ട്രൈക്ക് കൊടുത്തില്ലേ? എല്ലാ കാര്യത്തിനും മറുപടി കൊടുത്തില്ലേ? ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രാഷ്ട്രീയം പറയുന്ന ആളുകളാണ്. ഇവിടെ നിഷ്പക്ഷരായിട്ട് വന്നിട്ടുള്ള നിരീക്ഷകർ എന്താണ് പറയുന്നത്? 13 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, സ്ട്രാറ്റജിക്കലായിട്ടുള്ള, എക്കോണമിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ വാർ എന്ന് തന്നെയല്ലേ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നടക്കുന്ന ഒരു വാർ തന്നെയാണെന്ന് ഈ രാജ്യത്തെ യുദ്ധം നിരീക്ഷിക്കുന്ന മുഴുവൻ നിഷ്പക്ഷരായിട്ടുള്ള മുൻ ആർമി ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നിരീക്ഷകർ, ഇവരൊക്കെ പറയുന്നു. രാജ്യം ഒരുമിച്ച് ഒരേ സമയത്ത് ഇതെന്താണ് ശരി, എന്റെ ചോദ്യങ്ങൾക്ക് സംഭവിച്ചു. താങ്കൾക്ക് ഇതുവരെ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ഇതെന്തുകൊണ്ടാണ് ഒരു ഇന്റലിജൻസ് ഫെയിലിയർ അവിടെ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയിട്ടുള്ളതാണ്, പക്ഷേ അത് കാര്യമായി ഗൗനിച്ചില്ല എന്നുണ്ടോ? എങ്ങനെയാണ് ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുള്ളത്? എങ്ങനെ ഇവർക്ക് ഇതിലേക്ക് കടക്കാൻ കഴിഞ്ഞു? ഈ ചോദ്യങ്ങൾ അത് മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയല്ലേ ശ്യാമരാജ്? മറ്റൊന്ന്, ഈ ഭീകരരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൃത്യമായി ഇപ്പോൾ ഇത്ര ദിവസമായിട്ടും എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഭീകരർ എവിടെയെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല ഇപ്പോഴും. നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർമിയിൽ നിന്ന് അടക്കമുള്ള ധാരാളമായിട്ട് ഉദ്യോഗസ്ഥർ അവരുടെയൊക്കെ ചില വാക്കുകൾ കേട്ട സമയത്ത് 90 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 3 മാസങ്ങൾക്ക് ശേഷം തന്നെ ഭീകരവാദികളെ പിടിച്ച ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ഇന്ത്യൻ ആർമിയും അതോടൊപ്പം തന്നെ നമ്മുടെ മുഴുവൻ സംവിധാനങ്ങളും ഈ ഭീകരർക്ക് പിന്നാലെ തന്നെയാണ് ഉള്ളത്. അത് ഇന്ന് പിടിക്കണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പിടിക്കണം എന്ന് തന്നെയാണ് ഒരു ശരാശരി സാധാരണക്കാരനായിട്ടുള്ള എനിക്കും നിങ്ങൾക്കുമൊക്കെ ആഗ്രഹം എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അവരും നിസ്സാരക്കാരൊന്നുമല്ലല്ലോ, അവരും അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ അവർ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അതിന് ഈ രാജ്യത്ത് ധാരാളമായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. നിലവിൽ രാജ്യത്തിന്റെ ഇന്റലിജൻസും ആർമിയും തിരച്ചിൽ തന്നെയല്ലേ. അതെ, അപ്പൊ അവർക്ക് എങ്ങനെ അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരം? അതിന്റെ ഉത്തരവിന് കിട്ടേണ്ടതാണ്. അതിന് അവരെ കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ ഇനി അതിന് ആർമിക്കാരും വെളിവാക്കേണ്ടതാണ്. ഇപ്പോൾ ഭീകരാക്രമണം നടത്തിയിട്ടുള്ള ആളുകളെ പിടിക്കുക അല്ല, അത് നമ്മൾ അങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ കൈകാര്യം ചെയ്യേണ്ടതാണോ ശ്യാമരാജ്? അപ്പൊ ഇവിടെ ഇങ്ങോട്ടേക്കൊക്കെ വിനോദസഞ്ചാരികൾ, ഇപ്പൊ നമ്മളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയുമാണ് അങ്ങോട്ടേക്കൊക്കെ എത്തിച്ചേരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ കോടിക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തിയ സ്ഥലമാണ്. ഒരു പ്രതീക്ഷയിലും ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ അവിടെ. ആ ട്രസ്റ്റ് കളഞ്ഞു കുളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് തെറ്റാണല്ലോ. അങ്ങനെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അതിനെ അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത് 14ാമത്തെ ദിവസമാണ്. അല്ല, അവിടുത്തെ ബുക്കിങ്ങുകളെല്ലാം ക്യാൻസൽ ആകുന്ന സാഹചര്യം താങ്കൾ അത് കാണുന്നില്ലേ? അല്ല, അത് പേടിയാണല്ലോ. അത് ശരിയായി വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. ശരിയായി വരണം. ആർമിക്കും ഇന്റലിജൻസിനും നിങ്ങൾ കുറച്ചുകൂടി സമയം കൊടുക്കൂ. ഇത് ഇന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചെയ്തതിന് നാളെ തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹത്തിന് തെറ്റുമില്ല. പക്ഷെ അതിനുള്ള സമയം കൊടുക്കണ്ടേ? സന്ദീപ് വാര്യർ, എന്താണ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സമയം കൊടുക്കും. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കപ്പെടുക തന്നെ ചെയ്യും, ഭീകരവാദികളെ തന്നെ ചെയ്യും. എനിക്കൊരു ഇടവേള എടുക്കണം. സമയം നിങ്ങൾ കൊടുക്കണം. ഇന്നലെ ആളെ പിടിച്ച ആളെ ഇന്ന് തന്നെ പിടിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം. അല്ലല്ല, ഇത് അദ്ദേഹം നോക്കൂ, ഞാൻ ചോദിച്ച ഒരു ചോദ്യം അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞ എന്താ, കോൺഗ്രസ് വീണ്ടും ആവർത്തിക്കാം. ഞാൻ പറയുന്നു, കോൺഗ്രസ് വളരെ പ്രൊയാക്റ്റീവായിട്ട് സ്റ്റെപ്പ് എടുത്തു, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഐക്യത്തിന് സന്ദേശം കൊടുത്തു. എന്തേ ആ സന്ദേശം കൊടുക്കാൻ BJP കഴിയാതെ പോകുന്നു? BJPയുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ ജാതിയല്ല മതമാണ് ചോദിച്ചത് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല. ഒന്ന്, അദ്ദേഹം പറഞ്ഞ മുംബൈ ആക്രമണത്തെ കുറിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ, ഒരു മിനിറ്റ് പൂർത്തിയാക്കട്ടെ. ഞാൻ പറയട്ടെ. മുംബൈ ആക്രമണത്തെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു. മുംബൈ ആക്രമണത്തിന്റെ സമയത്ത് തന്നെ അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടുകയും അവിടെ ശിക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ നടപടികൾ ഇപ്പോഴും തുടർന്നു വരികയാണ്. അതിന് തൊട്ടുമ്പോഴുന്ന വേറൊരു കാര്യമുണ്ടല്ലോ, BJP ഭരിക്കുമ്പോഴല്ലേ പാർലമെന്റ് ആക്രമണം നടന്നത്? എന്ത് സംഭവിച്ചു? രാജ്യത്തിന്റെ കരസേനയെ മുഴുവൻ അതിർത്തിയിലേക്ക് എത്തിച്ചു നിർത്തി. എന്തെങ്കിലും നടപടി ഉണ്ടായോ? പാർലമെന്റ് ആക്രമണം ഉണ്ടായി. അതിനു മുമ്പ് എന്താ ഉണ്ടായത്? ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം കാന്ദഹാറിലേക്ക് തട്ടിക്കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായി. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത മസൂദ് അസർ ഉൾപ്പെടെയുള്ള തീവ്രവാദികളെ BJP വിട്ടയച്ചു. BJP ഗവൺമെന്റ് തളികയിൽ കൊണ്ടുപോയി കൊടുത്തു. ഓർമ്മയില്ലേ? ആ മസൂദ് അസറാണ് ഇന്നും ഇന്ത്യയെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? തുടർന്നുള്ള എല്ലാ അക്രമങ്ങളുടെ ഉത്തരവാദി ആരാ? മസൂദ് അസർ. ആരാ വിട്ടയച്ചത്? BJP അല്ലേ വിട്ടയച്ചത്? ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുകയാണോ നിങ്ങൾ? അങ്ങനെ തീവ്രവാദത്തിനെതിരെ ഗിരിപ്രഭാഷണം നടത്താൻ BJPക്ക് എന്ത് അർഹതയാവുള്ളത്? നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് മുഴുവൻ ഫെയിലർ ആയിട്ടില്ല. ഇപ്പോ തന്നെ ഇന്റലിജൻസ് ഫെയിലർ ആണോ? ഇപ്പൊ തന്നെ അവതാരകർ ചോദ്യം ചോദിച്ചല്ലോ, ഇതിന്റെ ഇന്റലിജൻസ് പരാജയമുണ്ടോ, എങ്ങനെ തീവ്രവാദികൾ അകത്തു വന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇനി പരിശോധിക്കേണ്ട കാര്യം, വരേണ്ട കാര്യമാണ്. ഇതാ പറയുന്നത്, അമിത്ഷാ ഒരു പരാജയമാണ്.
അമിത്ഷായുടെ മൂക്കിന് താഴെയാണ് ഡൽഹിയിൽ 2020 കലാപം നടന്നത്. നിയന്ത്രിക്കാൻ പറ്റിയില്ല. മണിപ്പൂർ ഇന്നും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. അമിത്ഷായുടെ കനത്ത പരാജയം സംഭവിച്ചിട്ടുണ്ട്. പരാജയം ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ചൂണ്ടിക്കാണിക്കുന്നവരെ മുഴുവൻ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുകയാണ്. ചൂണ്ടിക്കാണിക്കുന്നവരുടെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുകയാണ്. ആ ചൂണ്ടിക്കാണിക്കുന്നവരെ മുഴുവൻ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുകയാണ്. ശരി, നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ മറുപടിയാണ് വേണ്ടത്. ശ്രീ പ്രഭാകരൻ പല്ലേരി, ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തുടക്കം മുതൽ തന്നെ ഭീഷണിയുടെ സ്വരം നമ്മൾ കേട്ടു. പിന്നീട് ഇത് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഭാഷ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഈ അണ്വായുധ രാഷ്ട്രമാണ്, നമ്മളത് പ്രയോഗിക്കാൻ മടിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഭീഷണി മുഴക്കാനും മാത്രം ഇവർക്ക് എന്താണ് അവിടെ ഉള്ളതെന്ന് ചോദ്യമില്ലേ? നമ്മളുടെ രാജ്യവുമായി താരതമ്യം ചെയ്താൽ ഇവരുടെയൊക്കെ ഒരു കരുത്ത് എന്ന് പറയുന്നത് വളരെ പിന്നാക്കമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ ഭീഷണി മുഴക്കുന്നത്? അവരുടെ ഗതികേട് കൊണ്ടാണ്? എന്താണ് അതിന് പിന്നിലുള്ള വികാരം? പാകിസ്ഥാന് ഇന്ത്യയെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എവിടുന്നാണെന്ന് വെച്ചാൽ, ഭീകരപ്രവർത്തനം ആരാണോ ഉപയോഗിക്കുന്നത് ആ രാജ്യത്തിന് ബാക്കി ഒന്നും ചെയ്യാനുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ അവരെ ഭീകരപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു സംഗതി. ഇതിനൊന്നും അണ്വായുധങ്ങളൊന്നും നമ്മളിന്ന് നോക്കേണ്ട ആവശ്യമില്ല. അണ്വായുധങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തപ്പെട്ട ആയുധങ്ങളാണ്. അത് ആയുധങ്ങളായിട്ട് തന്നെ ഞാൻ കാണുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ അത് നമ്മൾ അതിനെപ്പറ്റിയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് പാകിസ്ഥാന്, നമ്മുടെ പഴയ ഭാഷയിൽ പറയുകയാണെങ്കിൽ കണ്ടെയ്ൻമെന്റ് ചെയ്യുകയാണ്. കണ്ടെയ്ൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ചെയ്യുന്നത്. ഇതാണ് ജോർജ് കെന്നൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയനെതിരായി ചെയ്തത്. അത് വളരെ സമയമെടുക്കും, അതിന് ഒരുപാട് കാലം എടുക്കുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെ, ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ അവിടുത്തെ സൈനിക മേധാവി ഇതിൽ വഹിച്ചിട്ടുള്ളൊരു പങ്ക് വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പെഹൽഗാം ആക്രമണത്തിന് പിന്നിൽ അദ്ദേഹം അതിനു മുൻപ് നടത്തിയ ചില പ്രസ്താവനകളൊക്കെ ഉണ്ട്, വളരെ ദൗർഭാഗ്യകരമായ ചില പ്രസ്താവനകൾ. അവിടെ അതിൻ്റെ ആഭ്യന്തര തലത്തിൽ തന്നെ നടക്കുന്ന ചില കാര്യങ്ങൾ, സൈന്യത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ, ബലൂചിസ്ഥാനിൽ വിമതരോട് പോരാടിക്കൊണ്ട് അവർ നിൽക്കുന്ന ഒരവസ്ഥ, അതൊക്കെ ദയനീയമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി അവർ കാട്ടിക്കൂട്ടിയത് അവർക്ക് തന്നെ വലിയ വിനയായി മാറുന്ന കാഴ്ചയാണോ? ചുരുങ്ങിയ മറുപടി. തീർച്ചയായിട്ടും എന്നും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ത്യ വിരുദ്ധത എടുത്തു കളഞ്ഞാൽ പാകിസ്ഥാൻ്റെ ദേശീയത വട്ടപൂജ്യമാണ്. അത് ചെയ്യുന്നത് പാകിസ്ഥാനിലെ സിവിൽ സൊസൈറ്റി അല്ല, അത് എന്നും ചെയ്യുന്നത് പട്ടാളമാണ്. പട്ടാളവും മതമേധാവികളും ചേർന്ന്, പിന്നെ പഴയ കാലത്ത് അമേരിക്കയും കൂടെ ചേർന്നുള്ള ഒരു കോൺസ്പിറസി ആയിരുന്നു പാകിസ്ഥാനെ ഈ ഗതികേടിലെത്തിച്ചത്. ഇന്നിപ്പോൾ അമേരിക്ക പിന്താങ്ങുന്നില്ല. അവർ തന്നെ 30 കൊല്ലം തീവ്രവാദം ചെയ്തു എന്ന് പറയുക. 4 തരത്തിലുള്ള തീവ്രവാദികൾ അവിടെയുണ്ട്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫോറിൻ പോളിസിയാണ്. ടെററിസം ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫോറിൻ പോളിസി. ഒരു വിദേശ നയം ഉണ്ടാക്കുന്നത് ടെററിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പട്ടാളത്തിന് സാമ്പത്തികമായിട്ട് അവിടെ നിന്ന് എല്ലാ ചൂഷണവും ചെയ്യാം, വിദേശത്തു നിന്ന് കിട്ടുന്ന കാശെല്ലാം ഉപയോഗിക്കാം. സെപ്റ്റംബർ 11, 2001 ശേഷം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ എല്ലാ ധനസഹായവും പട്ടാളത്തിൻ്റെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ ജനാധിപത്യവും വികസനവും സാമൂഹ്യ പുരോഗതിയും ഇല്ലാത്തൊരു രാജ്യത്തിന് പട്ടാളവും മതവും കൂടെ ചേർത്ത് അങ്ങനെ ചവിട്ടിക്കുഴച്ചൊരു മണ്ണ്, ആ മണ്ണിൽ എന്ത് പ്രതീക്ഷയാണ് ഉള്ളത്? അതുകൊണ്ട് പാകിസ്ഥാനെ നമ്മൾ ശ്രദ്ധിക്കണം, ജാഗ്രത പാലിക്കണം. അവർക്ക് ആരോടും ഉത്തരവാദിത്വമില്ല. അങ്ങനെയുള്ള ഒരു വാരിയർ സ്റ്റേറ്റിനെ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകാനും നടപടികളെടുക്കാൻ. അതെ, വളരെ കരുതലോടെ തന്നെയാണ് ഇന്ത്യ നടപടികൾ കൈക്കൊള്ളുന്നത് എന്നതിൽ തർക്കമില്ല. പടിപടിയായുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിനിടെയാണ് ഇന്നിപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരാനിരിക്കുന്നത്. രാത്രി 12 മണിക്ക് ശേഷം 12:30യോടെയാണ് യോഗം ചേരുന്നത്. പാകിസ്ഥാന്റെ ആവശ്യപ്രകാരമാണ് അങ്ങനെ ഒരു യോഗം. നേരത്തെ അവർ പ്രമേയം പാസ്സാക്കിയിരുന്നു ആക്രമണത്തെ അപലപിച്ചുകൊണ്ട്. ഇന്നിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഏതായാലും എന്താണിപ്പോൾ UN പല വിഷയങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നോക്കുകുത്തിയായി മാറിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിമർശനം വളരെ ശക്തമായി കാലങ്ങളായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഈ വിഷയം UN ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സന്ദീപ് വാര്യർ, പി ശ്യാംരാജ്, ഡോക്ടർ ജി ഗോപകുമാർ, പ്രഭാകരൻ പല്ലേരി. എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു.